ജാസ്മിൻ കളി തുടങ്ങിയിരിക്കുന്നു. ജാസ്മിൻ അടിമുടി മാറാൻ പോവുകയാണ്. ജാസ്മിൻ ഇതുവരെ കിട്ടിയ ഹിന്റൊക്കെ വെച്ച് പുറത്തെ കാര്യങ്ങളും ലാലേട്ടൻ കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ജാസ്മിൻ മാറാൻ പോവുകയാണ്. ജാസ്മിൻ്റെ നമ്മുടെ പ്ലേ എന്നെങ്ങനെ മാറും? വീഡിയോയിലേക്ക് ആദ്യം കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ജാസ്മിൻ്റെ കളി രീതി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. കാരണം ഗബ്രിയോട് ഇപ്പോൾ അധികം എപ്പിസോഡിലൊന്നും ഗബ്രിയോട് കാണാനില്ല. അതുപോലെ രാത്രി കാലങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഗബ്രിയോട് അധികം ജാസ്മിൻ സംസാരിക്കുകയോ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുകയോ ചെയ്യുന്ന സീനുകൾ കാണാനില്ല. ദെൻ ഗബ്രിയോട് ഡിസ്കഷൻസ് ഇല്ല, അതായത് പ്ലേ ഡിസ്കഷൻസ് ഇല്ല. ഇപ്പം പുതിയ ജാസ്മിൻ അഭിഷേക് കെയുമായിട്ട് കുറച്ചും കൂടെ നല്ല ഒരു കമ്പനി വന്നിട്ടുണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് കളിക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണെന്ന് സായി എതിർക്കുമ്പോഴും സിബിൻ എതിർക്കുമ്പോഴും കാണുന്നുണ്ട്. സിബിൻ എതിർക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സിബിൻ എതിർത്തിരുന്ന സമയത്ത് സിബിനോട് തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ജാസ്മിനെയും കണ്ടു, സിബിനോട് തന്നെ കരയുന്ന ജാസ്മിനെയും കണ്ടു. ഇത് രണ്ടും ഗെയിമാണ്. ഒന്ന് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ജാസ്മിൻ, രണ്ട് സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടിയും അയാൾ കരയുന്നുണ്ട്. സോ ഇതൊക്കെ ആ കളിയുടെ ഗെയിമിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഇപ്പോൾ കൺഫെഷൻ റൂമിൽ പോയിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സീനുണ്ട്. അതും ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. ജാസ്മിൻ അറിയാം എവിടെയാണ് ഇങ്ങനത്തുള്ള സംഭവങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് കണ്ടന്റ് കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. സോ ജാസ്മിൻ്റെ കളി രീതി മാറുകയാണ്. ഭയങ്കരമായിട്ട് ജാസ്മിൻ കൃത്യമായിട്ട് ആലോചിച്ച് കളിക്കാൻ തുടങ്ങി. ആരടുത്തൊക്കെ എന്തൊക്കെ പറയണമെന്ന് ജാസ്മിന് കൃത്യമായിട്ട് അറിയാം. ഗബ്രിയെ എങ്ങനെയൊക്കെ ഡിസ്റ്റൻസിൽ ഇടണമെന്നും അറിയാം. സോ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഗബ്രിയെയും ജാസ്മിനെയും പിരിഞ്ഞു നിന്നുള്ള, അല്ലെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പോകുന്ന ഒരാഴ്ചയായിരിക്കാം കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും നല്ല ബ്രില്യൻറ്റ് പ്ലേ തന്നെയാണ് ജാസ്മിൻ കളിക്കുന്നത്. ജാസ്മിൻ്റെയും നോറയാണ് ലേഡി ഗെയിമേഴ്സിൽ നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാർ. സിബിനും അതുപോലെ അഭിഷേക് ശ്രീകുമാർ, ഇവർക്കൊക്കെ ഒരു നല്ല എതിരാളിയാണ് നോറയും ജാസ്മിൻ എന്ന് പറയുന്നത്. സോ ജാസ്മിൻ നല്ല ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ ഗെയിം റീഡ് ചെയ്യുന്നവർക്ക് അറിയാം. ജാസ്മിനെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജാസ്മിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം.